ഞാൻ മുഹമ്മയിൽ നിന്നും വന്ന സിന്ധു ദിനേശ് പയ്യാണ്. ഞാൻ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ ഇവിടെ 10-12 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മയിൽ ഒരു വീടും പറമ്പും മേടിച്ചിരുന്നു. ആ വീട് മേടിച്ച രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല, ആകെ അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയിലൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആ സഹോദരി എന്നെ ഇവിടെ കൃപാസനത്തിൽ അച്ഛനുണ്ട്, ജോസഫ് അച്ഛനെ വന്ന് കണ്ട എല്ലാം മാറും എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണാനിടയായി. ജോസഫ് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചതും എൻ്റെ ഉള്ളിലൊരു പവർ സപ്ലൈ ആയിരുന്നു മൊത്തം. ഞാൻ ഒത്തിരി കരയുകയും ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കരയേണ്ട, കർത്താവ് ചിരിച്ചുകൊണ്ടാണ് വരുന്നത്, എന്തിനാണ് വിഷമിക്കുന്നതെന്ന്. എനിക്ക് തേൻ വെഞ്ചരിച്ച് തരികയും അത് ത്രിസന്ധ്യാ നേരത്ത് 9 തുള്ളി യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന എന്ന് പറഞ്ഞ് അത് കുടിക്കാനും പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇവിടെ വരാനിടയായി. അപ്പോൾ അച്ഛൻ അടുത്ത ആവശ്യം ചോദിച്ചപ്പോൾ എൻ്റെ വീട് പണി പൂർത്തിയാവാനുണ്ടായിരുന്നില്ല. ഒരുപാട് നാളായിട്ടും എന്ത് ചെയ്താലും ആ വീടിൻ്റെ പണി പൂർത്തിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ എനിക്ക് ഒരു കുരിശ് തരികയും ആ കുരിശ് ഞാൻ ആ വീടിൻ്റെ പണി നടക്കുന്ന ആ ഭാഗത്ത് വെച്ചു. അത് ഞാൻ 24 മണിക്കൂറിനുള്ളിൽ ഞാനും ചേട്ടനോട് നിന്ന് മാറി പണിക്കാർക്കാണ് കിട്ടിയ ഒരു ഏലസ് കിട്ടാനിടയായി. കുപ്പിയിലും ഒരു തേങ്ങയിലും അത് മാറ്റി വെക്കുകയും അവർ വിളിച്ച് പറയുകയാണ് ചെയ്തത് വീട്ടിൽ. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു, അടുത്തുള്ള ആരോ എടുത്തുകൊണ്ട് പോയി എന്ന്. ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ ആ വീടിൻ്റെ പണിയൊക്കെ തീർന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചൊവ്വാഴ്ചകളിൽ വന്ന് ധ്യാനം കൂടാറുണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടന് രാത്രി ഉറക്കം ഇല്ലാണ്ടായിരുന്നു. രാത്രി എന്തും എഴുന്നേറ്റിരിക്കും. ഒരു 2-3 മണിയാവുമ്പോൾ ചോദിക്കുമ്പോൾ പറയും ഒരു ഉറക്കവും ഇല്ല, TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ എൻ്റെ ചേട്ടൻ്റെയും തലയിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞാൻ അച്ഛൻ അമ്പലപ്പുഴയിലായിരുന്നു അന്ന്. അമ്പലപ്പുഴയിൽ ഞായറാഴ്ച രാവിലെ കുർബാന കഴിഞ്ഞിട്ട് അച്ഛനെ കാണാനിടയായി. അങ്ങനെ അച്ഛൻ ചേട്ടൻ്റെ തലയിൽ കൈ തൊട്ട് പ്രാർത്ഥിക്കുകയും അങ്ങനെ അതും സൗഖ്യമാവുകയും ചെയ്തു. പിന്നെ ബിസിനസ്സിന് ഭയങ്കര ഡള്ളായിരുന്നു. ഞാൻ നല്ല സമ്പന്ന കുടുംബത്തിൽ ജനിച്ചതാണ്, പക്ഷേ ഒത്തിരി വിഷമതകൾ അനുഭവിക്കാനിടയായി. പക്ഷെ എനിക്ക് വിഷമം തോന്നില്ല, ദൈവത്തിൻ്റെ കൃപയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് 10-12 വർഷമായി ഇന്ന് ഞങ്ങൾ സൗഖ്യത്തിലാണ് ജീവിക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെ ബിസിനസ് നല്ലതായിട്ട് പോകുന്നുണ്ട്. ഒരു 10-42 സ്റ്റാഫെങ്കിലും ഉണ്ട്, മിക്കവരും ലേഡീസാണ്. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണെന്ന് വെച്ചാൽ അവരുടെ കുടുംബം നല്ല പോലെ പോകുന്നു എന്ന് വെച്ചാൽ വേറെ കാര്യങ്ങളിലൊന്നും പൈസ ചിലവഴിയാണ്ടും മിക്കവരും ഇപ്പോൾ വീടും വെക്കാനിടയായി. ഭക്ഷണത്തിന് യാതൊരു കുറവില്ല, അവർ സുഖമായിട്ട് താമസിക്കുന്നു. അത് ദൈവത്തിൻ്റെ കൃപയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ ഈ ജോസഫ് അച്ഛൻ ഒരു ദൈവദൂതനാണോ ദൈവപുത്രനാണോ എന്ന് പറയാൻ എനിക്ക് അറിയില്ല. സത്യം, ഇനിയും ആ ജോസഫ് അച്ഛന് ദൈവം നല്ല കൃപ തരട്ടെ. ഇനിയും ഇതുപോലെ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുള്ളവരെയും വന്ന് ഇവിടെ കൃപയ്ക്കായിട്ട് യാചിക്കുമ്പോൾ ആ കൃപ നൽകാനായിട്ട് ഇനിയും സൗഖ്യം നൽകാനും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.